സർ, വി രാജേഷ് അമേരിക്കയിൽ നിന്ന് തിരിച്ചു വന്നു കഴിഞ്ഞാൽ പിന്നെ നഗരത്തിലെ തട്ടുകടകൾക്ക് കഷ്ടകാലം തുടങ്ങി എന്ന് വേണം പറയാൻ. കാര്യം അനധികൃതമായി പ്രവർത്തിക്കുന്ന തട്ടുകടകളുടെ പൂട്ട് വീണു. എന്നുവെച്ചാൽ അതിനകത്ത് ഈ തട്ടുകടകളൊക്കെ ഇതിൻ്റെ ഒരു കൺട്രോൾ വരുന്ന ഒരു വൻകിട ഹോട്ടലുകൾക്കാണെന്നാണ് പറയുന്നത്. ചെയിൻ മാതൃകയിലാണ് ഈ തട്ടുകടകളൊക്കെ പ്രവർത്തിക്കുന്നതെന്നും പറയുന്നു. അപ്പം ഇനി പുതിയ നിയമങ്ങൾ ഉടനെ വരുമോ സാർ ഇനി ഇതിനെതിരെ? അല്ല, വി രാജേഷ് അമേരിക്കയിൽ നിന്ന് വന്നതിന് ശേഷമല്ല, പോകുന്നതിന് മുമ്പും വി രാജേഷിൻ്റെ പ്രവർത്തനം മുഴുവൻ അമേരിക്കയിലാണെന്ന് ജനം വിശ്വസിച്ച് പോകരുത്. അത് അവിടെ നടത്തിയ ഫൊക്കാന സമ്മേളനത്തിൽ അവിടുത്തെ സംഘാടകർ കൊണ്ടുപോയതാ. ഈ അവിടുത്തെ അമേരിക്ക കുറേ പൊങ്ങന്മാരുണ്ടല്ലോ, പിന്നെ സ്വയം ഇങ്ങനെ അവരെ തന്നെ പുകഴ്ത്തി ജീവിക്കുന്ന കുറേ പേരുണ്ട്. അങ്ങനെ പോയതാണ്. അപ്പം രാജേഷ് ഇവിടെ പല കാര്യങ്ങളും തുടങ്ങി വെച്ചു 2025 മുതൽ. ഞാനിതിനകത്ത് കാണുന്നത്, നമുക്ക് ഈ നഗരം മുഴുവൻ എപ്പോഴും നല്ല വൃത്തിയായി മുമ്പോട്ട് പോകണം. പൊതുജനങ്ങൾക്ക് സഞ്ചാര സ്വാതന്ത്ര്യമുള്ള ഇടമാണ്, അതിനനുസരിച്ച് കാര്യങ്ങൾ പോകണം. വ്യാപാര സ്ഥാപനങ്ങൾ വേണം. അപ്പം നമ്മൾ വാഹനങ്ങൾ കൊണ്ട് റോഡിലൂടെ സഞ്ചരിക്കുന്നു. വാഹനങ്ങൾ കൊണ്ടൊന്ന് ഏത് രീതിയിലെങ്കിലും ഇട്ടിട്ട് പോകാൻ പറ്റുമോ? കച്ചവടം വേണം. തട്ടുകട നടത്തുന്നവരും കുടുംബമുള്ളവരാണ്, അവർക്ക് ഉപജീവനം നടത്തണം. അതുകൊണ്ട് മനുഷ്യൻ സഞ്ചരിക്കേണ്ട ഫുട്പാത്തിലാണ് കയറി കച്ചവടം നടത്തിക്കൊണ്ടിരുന്നത്. ഹോട്ടലുകളിൽ മേശയും കസേരയും ഒക്കെ നിരത്തിയിട്ടിരിക്കുന്നത് പോലെ, വാഷ് ബേസിൻ വെച്ചിരിക്കുന്നത് പോലെ ഈ ഫുട്പാത്ത് മുഴുവൻ ഉപയോഗിക്കായിരുന്നു. തിരുവനന്തപുരത്തെ ഏറ്റവും വലിയ പ്രധാനപ്പെട്ട ഇടമായ കേശവദാസപുരം മുതൽ പരുത്തിപ്പാറ വരെ 1 കിലോമീറ്റർ ഈ തട്ടുകടക്കാരെന്ന് പറയുന്ന ഗുണ്ടാ സംഘങ്ങള് താണ്ഡവമാടുകയായിരുന്നു എന്നുള്ളതാണ്. പഴയ കട്ടച്ചകോണം, കേശവദാസപുരം, ഒരു കാലത്ത് അതൊക്കെ തിരുവനന്തപുരം സിറ്റി തുടങ്ങുന്ന PMG എന്നായിരുന്നു. ഇപ്പോൾ അതൊക്കെ അങ്ങ് മാറി. അപ്പം നഗരം മുഴുവൻ ഉണർന്നിരിക്കണം. രാത്രിയിലൂടെ വരുന്നവർക്കൊക്കെ ആഹാരമൊക്കെ വേണം. അതുകൊണ്ട് തട്ടുകട നടത്തേണ്ടതായ രീതിയിൽ തട്ടുകട നടത്തണം. അല്ലാതെ ഇത് മുഴുവൻ അടക്കി ഏതെങ്കിലും ഒരു കാൽനട യാത്രക്കാരൻ അതുവഴി ഇങ്ങനെ പോയി അവനൊന്ന് ചോദിച്ചാലുണ്ടല്ലോ, അവരൊറ്റ തവണ ചോദിക്കുകയുള്ളൂ. ചോദിക്കുന്നവന്റെ നാക്ക് വേണേലും ഇവന്മാർ വെട്ടി എറിഞ്ഞിടും. അത്തരത്തിലുള്ളവന്മാരായിരുന്നു. വി രാജേഷ് ഇത് കുറെ കാലമായിട്ട് കണ്ടുകൊണ്ടിരിക്കുക. വി രാജേഷ് തിരുവനന്തപുരത്തുകാരൻ തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് തിരുവനന്തപുരത്തിന് നേട്ടം ഉണ്ടാക്കാൻ പോകുന്നത്. ഇപ്പോൾ നോക്കിയെന്ന് കേശവദാസപുരം മുതൽ പരുത്തിപ്പാറ വരെ 2 സൈഡിലെയും ഫുട്പാത്ത് കാൽനട യാത്രക്കാർക്ക് സുഗമമായിട്ട് പോകാം. നഗരത്തിന്റെ ഭംഗി നിൽക്കുന്നുണ്ട്. അപ്പൊ ചോദിക്കും, ഇവരെ എവിടെയാന്ന്? ഇവരൊക്കെ പല തരത്തിലുള്ള വലിയ ഹോട്ടലുകാരുടെ ശൃംഖല തന്നെയാണ് ഇങ്ങോട്ട് കൊണ്ടുവന്ന് ഈ റോഡ് വക്കിൽ ഫുട്പാത്ത് കൂടി കവർന്നെടുത്തുകൊണ്ട് കച്ചവടം ചെയ്യുന്നത്. തിരുവനന്തപുരത്ത് കവടിയാർ മുതൽ പട്ടം വരെ കുറവൻകോടൻ റോഡുണ്ട്. അവിടെ വലിയ വാഹനങ്ങൾ കൊണ്ടിട്ടിരിക്കുകയാണെന്ന്. ആ വാഹനത്തിന് തന്നെ എത്ര വേണമെന്നറിയാമോ? കോടികൾ വില മതിക്കും. ഞാൻ ചോദിച്ചോട്ടെ, തട്ടുകടയ്ക്ക് ഉപജീവനം നടത്തുന്നവനാണെങ്കിൽ വൈകുന്നേരം എവിടുന്നെങ്കിലും ഒരു മേശയും കൊണ്ടുവന്ന് വീട്ടിൽ നിന്ന് അരിമാവും ഒക്കെ ആട്ടി കൊണ്ടുവന്ന് ഇവിടെ വെച്ച് ഈ സ്റ്റൗ അങ്ങോട്ട് എടുത്ത് വെച്ച് കച്ചവടം ചെയ്യുകയാണ്. ഇതല്ല, വലിയ ആധുനിക സംവിധാനങ്ങളോട് കൂടിയ തരത്തിലുള്ള ബസ് അതിനകത്ത് മുഴുവൻ അടുക്കളയായിട്ട് ക്രമീകരിച്ചു കൊണ്ടുവരുന്നു. ഇങ്ങോട്ട് വന്നിട്ട് അവിടെ മുഴുവൻ കസേര അങ്ങോട്ട് വെതറി. ഈ കവടിയാർ മുതൽ കുറവൻകോണം റോഡ് എല്ലാം ഉണ്ട്. അവിടങ്ങളിലെല്ലാം 2 സൈഡിലും ജനങ്ങൾ താമസിക്കുകയാണ്. അവർക്ക് അവരുടെ വീട്ടിലേക്കൊന്ന് കയറണമെന്നുണ്ടെങ്കിൽ ഇവരോട് ചോദിക്കണം, ഞാൻ എൻ്റെ വീട്ടിലേക്കൊന്ന് കയറിക്കൊള്ളട്ടെ എന്ന് ഇവരോട് ചോദിച്ചിട്ട് പോകണം. ആഞ്ഞു ചോദിച്ചാൽ എനിക്ക് എൻ്റെ ഗേറ്റാണ് മാറ്റിത്തരണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ആൾ ഒരിക്കലേ ചോദിക്കുകയുള്ളൂ. ചോദിക്കുന്നവന്റെ കയ്യും വെട്ടും കാലും വെട്ടും. കാരണം ഇവിടെ കുറെ കാലമായിട്ട് CPM-ന്റെ ഗുണ്ടായുസമാണ് നടന്നുകൊണ്ടിരുന്നത്. അതാണ് വി രാജേഷ് അധികാരത്തിലേറി കഴിഞ്ഞപ്പോൾ ഇവിടെ പാളയം കണ്ണിമേറ മാർക്കറ്റിൽ ചെന്നത്. അവിടെ അനധികൃത നിർമ്മാണമാണ് നടത്തുന്നത്. എന്തോ ഗുണ്ടായുസമായിരുന്നു അറിയാമോ? തിന്നു കൊഴുത്തു കുറെ പേര് ഇങ്ങനെ അമ്പലക്കാളകളെ പോലെ ഇങ്ങനെ അവിടെ വിലസുകയാണ് ചെയ്യുന്നത്. ഒരു പണിയും ചെയ്യാതെ ഗുണ്ടാ പിരിവ് നടത്തി ജീവിക്കുന്നവരെന്നെ അതറിയാമോ? ഗുണ്ടാ പിരിവാണ്. വേർക്കാതെ പണം ഉണ്ടാക്കുന്ന കുറെ പേര്. ഇത് തന്നെ ചാലയിലും ഉണ്ടായിരുന്നു.
ഇതൊക്കെ രാജേഷൊക്കെ ഇത് കൃത്യമായിട്ട് മനസ്സിലാക്കി എന്നുള്ളതാണ്. കാരണം എത്രയോ കൊല്ലമായിട്ട് CPM-ന്റെ ഭരണമാണ് തിരുവനന്തപുരം കോർപ്പറേഷൻ നടന്നുകൊണ്ടിരുന്നത്. അതുകൊണ്ടെന്താ, യാതൊരു തരത്തിലുള്ള തിരുവനന്തപുരത്തിന് ഒരു തരത്തിലുള്ള വികസനവും ഉണ്ടായിട്ടില്ല. ഇതാണ് ഞാൻ പല വീഡിയോകളിലും പറഞ്ഞിട്ടുള്ളത്. തരൂർ ബാഴ്സലോണയുടെ ആക്കും തിരുവനന്തപുരത്തെ എന്ന് പറഞ്ഞപ്പോൾ അന്ന് തിരുവനന്തപുരത്തിന്റെ മേയറായിരുന്ന അഡ്വക്കേറ്റ് കെ ചന്ദ്രിക ശശി തരൂരുമായിട്ട് എന്തെല്ലാം പോരുണ്ടായെന്നറിയാം. വിപ്ലവം തന്നെ ഉണ്ടായി എന്നുള്ളതാണ്. രണ്ടുപേരും അതിഭയങ്കരമായ കലഹത്തിലേക്ക് മാറി. അവസാനം എന്താ, ഈ പദ്ധതി തന്നെ ഉപേക്ഷിച്ചു എന്നുള്ളതാണ്. ഇവർക്കിവിടെ നന്നാകണമെന്നില്ല. CPM-ന് എത്രയോ കാലമായിട്ട് 4-5 ദശകമായിട്ട് CPM ആണ് ഇവിടെ ഈ കോർപ്പറേഷൻ ഭരിച്ചുകൊണ്ടിരിക്കുന്നവർ. ഒന്ന് നോക്ക്, നമ്മുടെ തിരുവനന്തപുരം നഗരത്തിനകത്തൂടെ ഒഴുകിപ്പോകുന്ന ആമയിഴഞ്ചാൻ തോട്, അത് മാലിന്യം കൊണ്ട് മൂടപ്പെട്ട് കിടക്കുകയാണ്. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാലുണ്ടല്ലോ, ഇത് ശുചിയാക്കി എടുത്തു കഴിഞ്ഞാൽ ഇത് വരുന്ന ടൂറിസ്റ്റുകൾക്കൊക്കെ ചെറിയ ബോട്ടുകളും ഒക്കെ ഉപയോഗിച്ചു കൊടുക്കുക നഗരത്തിനകത്തൂടെ. നഗരത്തിന്റെ നല്ല തെളിമയോടുകൂടി കഴിഞ്ഞാൽ നഗരത്തിന്റെ ഒരു വെള്ളി അരഞ്ഞാണമാണോ എന്ന് തോന്നിപ്പോകും. പിന്നെ ഒരുപാട് ഇതുപോലെ ടൂറിസം സാധ്യതകളുണ്ട്. ഇപ്പൊ ഞാൻ ചോദിച്ചോട്ടെ, ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രം നമ്മുടെ തിരുവനന്തപുരത്തിന്റെ ഒരു തിലകക്കുറിയാണ്. ഈ ഇന്ത്യ ഒട്ടാകെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നാണ് ഭക്തരും ഭക്തരല്ലാത്തവരും ഇതൊന്ന് ഈ ശതകോടീശ്വരന് അടുക്കൽ ഇതെവിടെയാണ്, ഇത് എന്താണ് ഒന്ന് അറിയുന്നതിന് വേണ്ടി പലരും എത്തുന്നുണ്ട്. അതാണ് ഒരു തീർത്ഥാടന നഗരമാണ്. പിന്നെ ഗിന്നസ് ബുക്കിൽ പോലും ഇടം നേടിയിട്ടുള്ള സ്ത്രീകളുടെ ശബരിമല എന്നറിയപ്പെടുന്ന ആറ്റുകാൽ പൊങ്കാല, അതൊക്കെ ഇപ്പൊ ചോദിക്കും, ഒരു ചോദിക്കും, പലർക്കും ചോദിക്കാം, ഈ ആറ്റുകാൽ പൊങ്കാല നടത്തുമ്പോൾ സഞ്ചാര സ്വാതന്ത്ര്യം തടയുന്നില്ലേ? ഒരു ദിവസത്തേക്ക് തിരുവനന്തപുരം അങ്ങ് വഴിമാറി കൊടുക്കുകയാണ്. സ്ത്രീകളുടെ സഞ്ചാര സ്വാതന്ത്ര്യത്തിന് വേണ്ടി തിരുവനന്തപുരത്തെ അടുക്കളയാക്കി മാറ്റുകയാണ് ആ ദിവസം ചെയ്യുന്നത്. അവിടെ അവര് ആർക്കും സഞ്ചാര സ്വാതന്ത്ര്യത്തിനൊന്നും വിലക്ക് കൽപ്പിക്കുന്നില്ല. ഈ തട്ടുകടക്കാരെന്നൊക്കെ പറയുന്നത് തട്ടുകട നമുക്ക് ആവശ്യമാണ് ചില ഇടങ്ങളിൽ. ഇപ്പൊ രാജേഷ് എടുത്തിരിക്കുന്ന തീരുമാനം എന്താണ്? ഇനി തട്ടുകടയ്ക്ക് അനുമതി വാങ്ങണം, പോലീസിന്റെ അനുമതി ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ ഇപ്പൊ ഞാൻ ചോദിച്ചോട്ടെ, ഈ തട്ടുകടക്കാർ മുഴുവൻ വളരെ നല്ല വൃത്തിയോടുകൂടിയാണോ ചെയ്യുന്നത്? ഈ റോഡരികിൽ വെച്ചാണ് എന്തോ ഒരു ഷവർമയല്ല, ശവമാണത്. അത് മുഴുവൻ അങ്ങോട്ട് ഈ റോഡിലുള്ള പുകപടലങ്ങൾ മുഴുവൻ ഇതിലോട്ട് അടിച്ചു കയറും, പൊടി മുഴുവൻ അടിച്ചു കയറും. മലയാളികൾ ഒരു മിനിമം ധാരണ വേണ്ടേ ഒരു ശുചിത്വത്തെക്കുറിച്ച്? ഇത് വാങ്ങി ഭക്ഷിക്കരുത്. ഇതല്ലെങ്കിലോ വിഷമാണ്. അതിൻ്റെ കൂടെ ഈ ഇത്തരത്തിലുള്ള ഇടയ്ക്ക് തിരുവനന്തപുരത്ത് ഈ ഷവർമ കഴിച്ച് 1-2 മരണം ഉണ്ടായി കഴിഞ്ഞപ്പോൾ, തിരുവനന്തപുരത്ത് മാത്രമല്ല മറ്റു പലയിടങ്ങളിലും ഇത് ഗ്ലാസ് ഇടണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് ചെയ്യാറില്ല. പിന്നെ അതുപോലെ തന്നെ തട്ടുകടകൾ ഈ വടയൊക്കെ ഉണ്ടാക്കി വയ്ക്കും. ഇത് മുകളിൽ വളരെ സുതാര്യമായിട്ടുള്ള പ്ലാസ്റ്റിക് ഇടണം, കവർ ചെയ്ത് നിർത്തണം. എത്ര പേര് കവർ ചെയ്തിടുന്നുണ്ട്? ഇവിടുന്ന് പോകുമ്പോൾ ഒന്ന് നോക്കിക്കൂ, എത്ര ഇടങ്ങളിൽ കവർ ചെയ്യുന്നുണ്ട്? കവർ ചെയ്യുന്നില്ല. ഈ പൊടിപടലം മുഴുവൻ ഇതിനകത്ത്, ബസ്സിൽ നിന്നൊക്കെ വരുന്ന പുകപടലങ്ങൾ മുഴുവൻ. പിന്നെ അവിടെ നിന്ന് സംസാരിക്കുമ്പോൾ ഈ ഉമിനീരിങ്ങനെ വീണുകൊണ്ടിരിക്കും. അപ്പൊ അത് തുപ്പൽ വടയായി മാറുകയും ചെയ്യും. ട്രെയിനിൽ കണ്ടിട്ടില്ലേ, വടയും കൊണ്ട് പോകും ഇങ്ങനെ ട്രേ പിടിച്ചോണ്ട്. അപ്പൊ ഇത് കവർ ചെയ്യത്തില്ല. ചിലർ കവർ ചെയ്യും കേട്ടോ, വളരെ ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള വടേന്നും പറഞ്ഞു ഈ ഉമിനീര് മുഴുവൻ ഇതിനകത്തേക്ക് എറുക. കുറച്ച് കഴിയുമ്പോൾ അവൻ മറ്റുള്ളവർ പറയും തുപ്പൽ വടയെ എന്ന് പറയും. ആ സ്ഥിതിയാണ്. അപ്പം അതുകൊണ്ട് ഇങ്ങനെയുള്ള കച്ചവടക്കാരെ മുഴുവൻ ഇല്ലാതാക്കാൻ നമ്മൾ ഇറങ്ങുകയേ ഉള്ളൂ വഴി. അതായത് ഇത്തരത്തിലുള്ള സാധനങ്ങളൊന്നും തന്നെ പ്രോത്സാഹിപ്പിക്കരുത്. അതായത് വാങ്ങി അവന്റെ പള വീർപ്പിക്കരുത്. ഇങ്ങനെ നമ്മളുടെ ആരോഗ്യം ദുഷിപ്പിച്ചിട്ട് അവന്റെ ഉപജീവനം നടത്തേണ്ട കാര്യമില്ല. നേരായ രീതിയിൽ കച്ചവടം നടത്തി, മാലിന്യമില്ലാത്ത രീതിയിൽ കച്ചവടം നടത്തി ഉപജീവനം നടത്തുക. നഗരത്തെയും ശുചിത്വത്തോടുകൂടി നിർത്തുക. ഇനിയും പുത്തരിക്കണ്ടം മൈതാനത്ത് ഒരു ഭാഗത്ത് ഈ തട്ടുകടക്കാർക്ക് ഒരു കോർണർ തന്നെ കൊടുക്കാം എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ അങ്ങ് കുറച്ച് ദൂരെയുള്ളവൻ, തിരുവനന്തപുരം നഗരത്തിന് 101 വാർഡുകളുണ്ട്.
അപ്പൊ അങ്ങേയറ്റത്തുള്ള ഒരു വാർഡിലുള്ളവൻ തട്ടുകട ഭക്ഷണം കഴിക്കണമെന്ന് പറഞ്ഞ് പുത്തിരിക്കേണ്ടത് വരണമെന്നല്ല. തട്ടുകട ആവശ്യമായ ഇടങ്ങളിലൊക്കെ കൊടുക്കും. ഇതുപോലെ നിരത്തിയും എടുക്കത്തില്ല. ഇനി ഇതുപോലെ വേറൊരു കാര്യം നമ്മൾ ചെന്ന് നോക്ക്. തിരുവനന്തപുരത്ത് വഴുതക്കാട് നിന്ന് കോട്ടൺ ഹിൽ സ്കൂളിലേക്ക് പോകുന്ന ആ വഴി. കോട്ടൺ ഹിൽ സ്കൂൾ എന്ന് പറഞ്ഞാൽ ഏഷ്യയിലെ ഏറ്റവും വലിയ സ്കൂളുകളിൽ ഒന്നാണ് പട്ടം സെന്റ് മേരീസും പിന്നെ ഈ കോട്ടൺ ഹിൽ സ്കൂളും. അതിന്റെ മുമ്പിലും വൈകുന്നേരം ആകുമ്പോഴത്തേനും വാഹനങ്ങൾ അങ്ങ് നിർത്തി തട്ടുകടയാണ്. റോഡിന്റെ പകുതി ഭാഗം ഇവരങ്ങ് എടുക്കും. ഈ വാഹനങ്ങളൊന്നും രാവിലെ കൊണ്ടുപോകത്തില്ല, അവിടെ കിടക്കുകയാണ്. രാവിലെ കുട്ടികളെ വിടാൻ വരുന്ന രക്ഷിതാക്കൾക്ക് അവരുടെ വണ്ടിയെ നിർത്താനായിട്ടുള്ള ഇടമില്ല. അത് മുഴുവൻ ഇവർ കവർന്നിരിക്കുകയാണ്. പിന്നെ ഈ തട്ടുകടക്കാർ ഈ റോഡിലേക്ക് ഇറങ്ങി കച്ചവടം ചെയ്യുന്നു, മറ്റു വാഹനങ്ങൾ കൊണ്ടുവന്ന് ഇതിനോട് ചെയ്യുന്നു. റോഡിലൂടെ സഞ്ചരിക്കേണ്ടവൻ തിങ്ങി ഞെരുങ്ങിയാണ് പോകുന്നത്. അപ്പൊ ഇത് രണ്ടും കൽപ്പിച്ച് തന്നെ രാജേഷ് ഇറങ്ങിയിരിക്കുന്നു. രാജേഷ് ഇത് നേരാവണ്ണമാക്കും. രാജേഷിന് തിരുവനന്തപുരത്ത് വലിയ ജനപിന്തുണയും ഉണ്ട് എന്നുള്ളത് ഉറപ്പാണ്. അതില് ചാനലായിട്ടുള്ള നമ്മളും എല്ലാ തരത്തിലും ഈ പിന്തുണ നൽകുകയും ചെയ്യും. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.